ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ചാരി സോളോ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായിട്ട് മറയൂർ വരെ പോകാനായിട്ടൊരു ചാൻസ് കിട്ടി. അപ്പോൾ ഒന്നും നോക്കിയില്ല, മറയൂർക്ക് വിട്ടു. നമ്മളപ്പോൾ അങ്ങനെ മറയൂർ ചന്ദനക്കാടുകളെല്ലാം കടന്നുകൊണ്ട് പോവാണ്. നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തി. നമ്മൾ മറയൂർ ശർക്കര ഫാക്ടറിയാണ്, വളരെ ഫേമസ് ആണ് മറയൂർ ശർക്കര എന്ന് പറയുന്നത്. നമ്മൾ ഒരു ശർക്കര ഫാക്ടറിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഫാക്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന വലിയൊരു ഫാക്ടറി സെറ്റപ്പ് ഒന്നുമല്ല. ഇതൊരു ഹോം മെയ്ഡ് ശർക്കര എന്ന രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ കാണാം. ഈ കാണുന്നൊരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ ശർക്കര ഇവർ അരയ്ക്കുന്നത്, ചതച്ച് അരച്ചെടുക്കുന്നത്. നമ്മൾ റോഡ് സൈഡിലെല്ലാം കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീൻ കാണുന്നുണ്ടാവും. ഏകദേശം അതിൻ്റെ ഇത്തിരി കൂടി വലിയ ഒരു രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മെഷീൻ വഴി കരിമ്പ് ചതച്ച് അതിൻ്റെ നീരെടുക്കും. ആദ്യം കരിമ്പിൽ നിന്ന് നീരെടുത്തിട്ടുള്ള ബാക്കി ചണ്ടിയാണ് ഈ കാണുന്നതെല്ലാം. ഫാക്ടറിയുടെ ഒരു സൈഡിൽ വലിയൊരു ചൂളയുണ്ട്. ഈ ഫാക്ടറി നിൽക്കുന്ന ഒരു പരിസരം എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു സ്ഥലമാണ്. മലനിരകളും അതുപോലെ തന്നെ തോട്ടങ്ങളും കൃഷിത്തോട്ടങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ശർക്കര ഉണ്ടാക്കാൻ വേണ്ടി കരിമ്പ് ജ്യൂസാക്കി അതിൻ്റെ ചണ്ടി എടുക്കുന്ന ഉപയോഗിച്ച് തന്നെയാണ് ഇവർ ശർക്കര വാട്ടാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലും. വേറെ വിറകൊന്നല്ല ഉപയോഗിക്കുന്നത്, അതേ ചണ്ടി തന്നെ ഉണക്കി അതാണ് കത്തിച്ച് തീയാക്കി ഉപയോഗിക്കുന്നത്. ശർക്കര ഉണ്ടാക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ വലിയൊരു എന്താ പറയുക, ഒരു ചെരുവം എന്ന് വേണമെങ്കിൽ പറയാം. വലിയൊരു ചെരുവാണ്. ഇതിൻ്റെ അടിയിൽ തീ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഭാഗ്യവശാൽ നമ്മൾ പോകുന്ന സമയം ശർക്കര അവർ ഉണ്ടാക്കുന്നില്ല. അവർ അന്നത്തെ പണി നിർത്തി കയറിയിട്ടുണ്ടായിരുന്നു. വലിയൊരു പാത്രത്തിലേക്ക് കരിമ്പ് ജ്യൂസ് ഒഴിച്ച് അതിൻ്റെ താഴത്ത് തീയിട്ട് ഇത് തിളപ്പിച്ച് അതിലെ വെള്ളം വറ്റിച്ചിട്ടാണ് ശർക്കരയാക്കുന്നത്. മൂന്നാർ ഭാഗത്തേക്കും അതുപോലെ തന്നെ മറയൂർ ഭാഗത്തേക്കൊക്കെ വരുന്നവർക്ക് തീർച്ചയായും വന്ന് വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് മറയൂർ ശർക്കര ഫാക്ടറികൾ. കുറേ ഫാക്ടറികളുണ്ട് ഇവിടെ. നമുക്ക് ശർക്കരയൊക്കെ വളരെ വില കുറവിന് നമുക്ക് ഇവിടുന്ന് കിട്ടും. നല്ല ബെസ്റ്റ് ക്വാളിറ്റി ശർക്കരയായിരിക്കും. എല്ലാം ഹോം മെയ്ഡ് ശർക്കരയാണ്. ശർക്കര നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്ന ശർക്കര പോലെയാണ്, നല്ല രുചിയുള്ള ശർക്കരയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്